അപ്പോൾ ഇതൊരു ഫീൽഡ് വർക്ക് ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു ഈ ഡേ ഒരു വ്ളോഗ് ആക്കിയിടാൻ. അപ്പോൾ ഞങ്ങൾക്കൊരു മെമ്മറി ആയിരിക്കും, പിന്നെ എനിക്കൊരു കണ്ടൻറ്റും കിട്ടും. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഉമർഗുഹാൻ വില്ലേജിലാണ്. ഇവിടെയാണ് ഞങ്ങൾക്കിന്ന് ഫീൽഡ്. विलेज मैप आई थिंक टास्क आ गया है ग्रुप में रमेश सर ओके सो we'll try to cover maximum task okay. അപ്പോൾ ഞങ്ങൾക്ക് PhD സ്കോളേഴ്സ് ഇന്ന് ഫീൽഡിന് മെയിനായിട്ട് ഞങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ കേട്ടോ. അവരെയാണ് ഞങ്ങൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഏൽപ്പിച്ച് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാം ഒന്നിച്ചാണ് ഈ ഫീൽഡിന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ മഞ്ഞ ടീഷർട്ടാണ് ഞങ്ങളുടെ ഫീൽഡ് വർക്ക് ഡ്രസ്സ്, ജൂനിയേഴ്സിൻ്റെത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ആദ്യമായിട്ടാണ് കേട്ടോ ഫീൽഡിന് വരുന്നത്. അതിലൊരു സന്തോഷവുമുണ്ട്. സാധാരണ 4-5 പേരായിട്ട് പലയിടങ്ങളിലായിട്ടാണ് ഫീൽഡിന് പോകാറ്. അപ്പോൾ ഞങ്ങളിപ്പം പോകുന്നത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ലീഡറുടെ വീട്ടിലേക്കാണ്. അങ്ങനെ ആളുടെ വീട്ടിലെത്തി. അപ്പം ഈ ലീഡറാണ് നമുക്ക് ഇവിടുത്തെ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ആളുടെ ഫാമിലിയുടെ കൂടെ നിന്ന് ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടോ. ഈ ഫോട്ടോസ് എല്ലാം തന്നെ ഞങ്ങൾക്ക് ഫീൽഡ് വർക്ക് റെക്കോർഡ് ബുക്കിൽ സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. അങ്ങനെ ഈ വില്ലേജിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളെല്ലാം ആളിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി കേട്ടോ. ഇനി നേരെ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു UP സ്കൂളിലേക്കാണ് കേട്ടോ. ഈ വില്ലേജിൽ ആകെ ഈ ഒരു UP സ്കൂൾ മാത്രമാണ് കേട്ടോ ഉള്ളത്. സ്കൂളിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ടീച്ചേഴ്സിൽ നിന്ന് മനസ്സിലാക്കി നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആകെ 36 കുട്ടികളാണ് നിലവിൽ പഠിക്കുന്നത്. ഒരു സ്കൂളിന് വേണ്ട ബേസിക് കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല കേട്ടോ. കുട്ടികളെല്ലാം നിലത്തിരുന്നാണ് പഠിക്കുന്നത്. അവർക്ക് പഠിക്കാൻ വേണ്ട ബെഞ്ചും ഡെസ്കും ഒന്നും ഇവിടെ ഇല്ല. അതുപോലെ വെള്ളമോ നല്ലൊരു ടോയ്ലറ്റ് ഫെസിലിറ്റിയോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അവരോട് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ മെയിനായിട്ട് പറഞ്ഞത് തന്നെയാണ്, അവർക്ക് പഠിക്കാൻ വേണ്ടി ബെഞ്ചോ ഡെസ്കോ, കുടിക്കാൻ വെള്ളമില്ല, നല്ല ടോയ്ലറ്റ് ഇല്ല, ഇതൊക്കെയായിരുന്നു അവരുടെ ബേസിക് പ്രശ്നങ്ങളുള്ളത്. നമുക്ക് സാധാരണ ഒരു സ്കൂളിൽ വേണ്ട ബേസിക്കായിട്ടുള്ള ഒരു സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ എല്ലാം ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സീനിയേഴ്സ് മാത്രമായിട്ടും പിന്നെ ജൂനിയേഴ്സും പിന്നെ സീനിയേഴ്സും ജൂനിയേഴ്സും തിരിഞ്ഞും മറിഞ്ഞും അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ ഒരു മലയുടെ മുകളിലായിട്ടാണ് കേട്ടോ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. I want just small footage. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ അംഗനവാടിയിലേക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല ദൂരമുണ്ട്. നടക്കല്ല, നമുക്ക് വേറെ വഴിയൊന്നും മുമ്പിലില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അംഗനവാടി. ഇവിടെ ആകെ 13 കുട്ടികളാണ് ഉള്ളത്. പിന്നെ ഒരു ടീച്ചറും ഉണ്ട്, പിന്നെ ഒരു ഹെൽപ്പറും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടുത്തെ അംഗനവാടിയുടെ അവസ്ഥ എന്താണെന്ന്. അങ്ങനെ ഇവിടുത്തെ ടീച്ചേഴ്സിനോടും ഹെൽപ്പേഴ്സിനോടും എല്ലാം ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്ത് അവർ ഫേസ് ചെയ്യുന്ന ബേസിക് പ്രോബ്ലംസും ഇഷ്യൂസും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് വില്ലേജസിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അമ്മൂമ്മ ഇഷ്ടിക ഉണ്ടാക്കുന്നത് കണ്ടത്. അപ്പോൾ സാധാ മണ്ണ് വെച്ചാണ് ഇവർ ഇഷ്ടിക ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് സാധാ ഇഷ്ടികയുടെ അത്ര ബലമൊന്നും ഉണ്ടാവില്ല. ഇത് അവർ തൊഴുത്ത് കെട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇവരിങ്ങനെ ഇഷ്ടിക ഉണ്ടാക്കുന്നത് കാണാൻ. ഞങ്ങളെല്ലാവരും കുറേ നേരം അത് നോക്കി അവിടെ നിന്നു. ഈ പൊരി വെയിലത്താണ് കേട്ടോ ഇവർ ഇരുന്നിട്ട് ഈ ഇഷ്ടിക മൊത്തം ഉണ്ടാക്കുന്നത്.
അങ്ങനെ നമ്മൾ അവിടെ നിന്നും പോന്നു. ഇനി നമുക്ക് കുറേ ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ വേനൽക്കാലം ആയതുകൊണ്ട് മരങ്ങളെല്ലാം ഉണങ്ങി നിൽക്കാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കയറി നിൽക്കാൻ ഇവിടെ തണലൊന്നുമില്ല. വെള്ളവും കരണ്ടും ഒന്നും ഇല്ലാത്ത വരണ്ടുണങ്ങിയ ഒരു ഉൾനാടൻ ആദിവാസി ഊരാണ് കേട്ടോ ഇത്. ഇതൊരു റൂറൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരുടെ അനുവാദമില്ലാതെ അവരുടെ ഫോട്ടോസും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്നും സംസാരിക്കാൻ പാടില്ല. കാരണം അവർക്ക് അറിയാത്തൊരു ഭാഷയിൽ നമ്മൾ അവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുമ്പോൾ അത് അവർക്ക് അവരെ കളിയാക്കിയതുപോലെയൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം നമ്മുടെ ഭാഷയിൽ അവരുടെ മുന്നിൽ വെച്ച് സംസാരിക്കാതിരിക്കാൻ വേണ്ടി നോക്കണം. मैम इधर देखो सर आ जाइए आपके पास. അപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. സമയം ഏകദേശം നട്ടുച്ചയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ വെയിലത്ത് നടക്കല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഫീൽഡിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ കയ്യിൽ കുട കരുതണം, അതേപോലെ വെള്ളവും. ഇത് രണ്ടും നമ്മൾ കരുതിയിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും കേട്ടോ. പ്രത്യേകിച്ച് ഇത്രയും വെയിലുള്ള സ്ഥലമാണെങ്കിൽ. വെയിലിൻ്റെ കാര്യം മാറ്റി നിർത്തിയാൽ ഇങ്ങനെ നടന്നു പോകാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു കിണർ കണ്ടത്. അപ്പോൾ എല്ലാവരും അതിന് ചുറ്റും കൂടിയിട്ടോ. ഞങ്ങളുടെ കയ്യിലെ വെള്ളമെല്ലാം ഇതിനോടകം തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു. പിന്നെ ഞങ്ങൾ കുപ്പിയിലെല്ലാം വെള്ളം നിറച്ചു. പിന്നെ കൈയും മുഖവും ഒക്കെ കഴുകി. നല്ല തെളിനീര് പോലത്തെ വെള്ളമാണ് കേട്ടോ ഈ കിണറ്റിലുള്ളത്. അപ്പോൾ ഇത് കടുകുപാടമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. മഞ്ഞ പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന ഈ പാടം വീഡിയോയിൽ കാണുന്നതിനേക്കാൾ 3 ഇരട്ടി ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുറച്ചധികം ഫോട്ടോസ് എല്ലാം എടുത്തു കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാനാണോ ഫീൽഡിന് പോകുന്നതെന്ന് ചോദിക്കരുത് കേട്ടോ. ഇതൊക്കെ ഒരു രസമല്ലേ. പിന്നെ നമുക്കിതൊക്കെ ഒരു മെമ്മറിയും കൂടിയാണല്ലോ. അങ്ങനെ നമ്മൾ അവസാനം ഇവിടുത്തെ വില്ലേജസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ളവരുടെ പ്രധാന വരുമാന മാർഗം കൃഷിയും ആടിനെയും പശുവിനെയും ഒക്കെ വളർത്തലൊക്കെയാണ് കേട്ടോ. പാരമ്പര്യമായി ഇവരെല്ലാം ഇത് ചെയ്ത് ജീവിക്കുന്നവരാണ് കേട്ടോ. അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത നിഷ്കളങ്കരായ ജനങ്ങളാണ് കേട്ടോ ഇവിടെയുള്ളവർ. അപ്പോൾ നമ്മൾ ഉമർ ഗുഹാൻ വില്ലേജിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജൂനിയേഴ്സ് ഉണ്ട്, സീനിയേഴ്സ് ഉണ്ട്, PhD സ്കോളേഴ്സ് ഉണ്ട്, പ്രൊഫസേഴ്സ് ഉണ്ട്, പുതിയതായി വന്ന 2 പ്രൊഫസേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്ലന്യൂസും ഗവൺമെൻറ്റും കൂടെ സംഘടിതമായി ചെയ്ത വാട്ടർ ടാങ്ക് കാണാനാണ് പോകുന്നത്. ഇതിന് പെറുക്കിയാൽ മതിയടാ. ആണോ? ശരിയാ. തല കാണുന്നില്ല. ഇങ്ങോട്ട് പ്രൊഫഷണൽ ആവും. കുറച്ച് ഇതൊക്കെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയും പ്ലന്യൂസ് NGOയും ചേർന്ന് ഇവിടുത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് നാളത്തെ അവയർനെസ് ക്ലാസ്സിൻ്റെ ഫലമായി ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെല്ലാം തന്നെ ഇവിടുത്തെ UP സ്കൂളിലെ പഠനം കഴിഞ്ഞാൽ കുറച്ച് ദൂരെയുള്ള റെസിഡൻഷ്യൽ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നവരാണ് കേട്ടോ. പക്ഷേ ഇനിയും മാറ്റങ്ങൾ വരാൻ കുറേ വർഷങ്ങളെടുക്കും. അത്ര പെട്ടെന്ന് നമുക്ക് ഇവരെയോ ഇവരുടെ ജീവിത സാഹചര്യങ്ങളെയോ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. പതിയെ മാറ്റങ്ങൾ കൊണ്ടുവരാനേ സാധിക്കൂ. അങ്ങനെ ഓരോ വീടുകളിലായി കയറി അവരുമായി ഇൻ്ററാക്റ്റ് ചെയ്ത് അവരുടെ പ്രോബ്ലംസും അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും എല്ലാം ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ സമയം വൈകുന്നേരമായി. എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി കുറച്ച് മാഗി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പണി തീരാത്ത ഒരു വീട്ടിൽ ഞങ്ങൾക്ക് മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ളവർ സൗകര്യം ഒരുക്കി തന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സ്റ്റൗവും ഗ്യാസും പാത്രങ്ങളും എല്ലാം അവിടെയുള്ള ഒരു ദീദിയാണ് കേട്ടോ ഞങ്ങൾക്ക് സെറ്റാക്കി തന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരിരുന്ന് മാഗി ഉണ്ടാക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ളവർ പുറത്ത് കമ്മ്യൂണിറ്റി മാപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിയും തക്കാളിയും ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ടാണ് കേട്ടോ ഞങ്ങൾ മാഗി ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്.
ക്ലിയർ ഉണ്ടല്ലോ. How much is needed? 3. Do you need few more hands? Butter, no knife. सुखाने के लिए है। हाँ हाँ हाँ। इसको फिर के रखूंगी। घर का है? नहीं खरीदी हूँ कल। एक पाव। We have noodles with like only 7. പിന്നെ മാഗി പാക്കറ്റ് പൊട്ടിച്ചിടുന്നുണ്ട്. മാഗി വേറെ മസാല വേറെ അങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. Have more boiling time. Pour into it, but Maggi. അങ്ങനെ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉള്ളി വാട്ടിയെടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ച് തക്കാളി ഇട്ട് അതും വാട്ടിയെടുത്തു. പിന്നെ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാനായിരുന്നു പ്ലാന്. പക്ഷെ പൊരിഞ്ഞ് കിട്ടിയില്ല. പകരം ജസ്റ്റ് അതൊന്ന് വാട്ടിയെടുത്തു. അവസാനം ഇതെല്ലാം കൂടി മസാലയായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മാഗി മസാല ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് അലങ്കാരത്തിന് വേണ്ടി പുതിനയില ഇടുന്നുണ്ട്. അങ്ങനെ അവസാനമായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാഗിയും ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചു പോയെങ്കിലും വലിയ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ മാഗി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും പ്ലേറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വാഴൻ്റെ ഇല മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അതിലാണ് കേട്ടോ മാഗി വിളമ്പുന്നത്. പിന്നെ ഞങ്ങൾ ഒരു വീടിൻ്റെ മുൻപിൽ എല്ലാവരുമായിട്ട് കൂടി ഇരുന്നിട്ട് മാഗി കഴിക്കുകയാണ്. അപ്പോൾ വിശന്ന് കരിഞ്ഞത് കൊണ്ടാണോ എന്ന് അറിയില്ല, അന്ന് വരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള മാഗി ആയിരുന്നു കേട്ടോ ഞാൻ കഴിച്ചത്. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി തിരിച്ച് ഞങ്ങൾ എങ്ങനെ പോകുമെന്ന് അറിയാതെ എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് വണ്ടിയിൽ പോകണമെങ്കിൽ ആദ്യം വന്ന സ്ഥലത്തേക്ക് തന്നെ പോകണം. അത്രയും ദൂരം ഇനി തിരിച്ച് നടക്കാനുള്ള ആവത് ആർക്കും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കുമ്പോഴാണ് അതിലേക്കൊരു ഒഴിഞ്ഞ ട്രാക്ടർ വന്നത്. അങ്ങനെ അവരോട് സംസാരിച്ച് അനുവാദം വാങ്ങി ഞങ്ങളെല്ലാം ട്രാക്ടറിൽ കയറി. അല്ലാതെ ഇവിടെ നിന്നും തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് കാൽനടയാത്ര അല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ട്രാക്ടറിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. പാട്ട്